ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ആരാണ് സബ് വൂഫർ ഉപയോഗിച്ചത്? അതായത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് സബ് വൂഫർ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തോ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. കാര്യം സബ് വൂഫർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. സബ് വൂഫർ നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതായത് പ്രായം ഒന്നും ഒരു ഇതല്ല അതിൻ്റെ ആ സബ് വൂഫർ എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ. കാര്യം എന്താ വെച്ചാൽ ഒരു 2000-ന് മുമ്പേ, ഒരു 1998-99 കാലഘട്ടങ്ങളിൽ, 94-ലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ 93-ന് ശേഷം ഇങ്ങോട്ടുള്ള കുറച്ച് കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂട്ടറാണ്. ദൂരെ നിന്നൊരു വാഹനം വരുമ്പോൾ ട്യൂട്ടറിൻ്റെ സൗണ്ടായിരിക്കും ആദ്യം വരുന്നത്. പക്ഷേ നേരെ മറിച്ചിട്ട് അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2010-2015 ആ ഒരു കാലഘട്ടത്തോടു കൂടി, എൻ്റെ ഓർമ്മയാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ അതിന് മുമ്പേ കാണുമായിരിക്കാം, ആ ഒരു കാലഘട്ടത്തോടു കൂടി തന്നെ ആദ്യം വരുന്നത് സബ് വൂഫറിൻ്റെ ബേസാണ്. ഒരു ടൂറിസ്റ്റ് വാഹനം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വരുമ്പോഴോ, എനിക്ക് തോന്നുന്നു ആദ്യം ഓട്ടോറിക്ഷയിലേക്കാണെന്ന് തോന്നുന്നു ഈ ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങി. പിന്നെ ബസ്സിലോട്ടൊക്കെ മാറി, അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടു തുടങ്ങിയത് ആദ്യം എൻ്റെ ചെറിയ പ്രായത്തിൽ, ഒരു 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ചിൽ 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 എന്നൊരു സൗണ്ട് ദൂരെ നിന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ വരും അപ്പോഴും, ഇല്ലെങ്കിൽ കാർ വരും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 2010-2014 കാലഘട്ടത്തിൽ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ബേസ് ദൂരം എന്ന് വരുന്നൊരു അതായത് സബ് വൂഫർ അന്ന് ഇറങ്ങിയ ഒരു കാലം, അന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാലം. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് സബ് വൂഫർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ആർക്കും അറിയില്ല ഈ സബ് വൂഫർ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല. അത് അറിയുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആരാണ് ആദ്യമായിട്ട് ഒരു സബ് വൂഫർ നമുക്ക് മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ വിപണിയിൽ കൊണ്ടുവന്നത് ആരാണ്? അത് മറ്റാരുമല്ല, 1973 കാലിഫോർണിയയിൽ സ്ഥാപിതമായിട്ടുള്ള മില്ലർ ആൻഡ് ക്രീസലാണ്. അതായത് M&K. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾ ബ്ലറായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഈ കമ്പനിക്കാരാണ് ആദ്യമായിട്ട് സബ് വൂഫർ എന്ന് പറഞ്ഞൊരു ആശയം നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് ചിലപ്പോൾ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഫേമസ് ആയത്, മറ്റുള്ള ആൾക്കാരിലേക്ക് ചർച്ചാ വിഷയമായത്, മറ്റൊരു കമ്പനിക്കാർ ഇത് കോപ്പി അടിച്ച് അല്ലെങ്കിൽ ഇതുമായിട്ടൊരു ആശയം അവർക്ക് കിട്ടിയത്, അങ്ങനെ ചെയ്യണമെന്ന് കിട്ടിയത് മില്ലർ ആൻഡ് ക്രീസൽ എന്ന് പറഞ്ഞൊരു കമ്പനി ആദ്യമായിട്ട് 1973 ആ 1973 തന്നെയാണ് അവർ കമ്പനി സ്ഥാപിതമായതും. പിന്നെ അതുകൂടെ തന്നെ കാലിഫോർണിയയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ഒരു ബാൻഡാണ് സ്റ്റീൽ ഡാൻ എന്ന് പറഞ്ഞൊരു ബാൻഡിന് വേണ്ടിയിട്ടാണ് അവർ ആദ്യമായിട്ട് ഈ ഒരു സബ് വൂഫർ നിർമ്മിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാലോ തൈക്കുടം ബ്രിഡ്ജിൻ്റെയൊക്കെ പരിപാടി കാണാൻ പോകുന്ന ഒരു ബാൻഡാണല്ലോ. അവരുടെയൊക്കെ മ്യൂസിക് ഷോ ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ബേസ് ഭയങ്കരമായിരിക്കും. ആ ബേസ് നമ്മൾ ഇഷ്ടപ്പെടും ഒരുപാട്. ആ രീതിയിൽ തന്നെയായിരിക്കും അവരെ സൗണ്ട് സിസ്റ്റം. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ബേസ് ഗിറ്റാർ പോലെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബേസ് കുറച്ചും കൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ മില്ലർ ആൻഡ് ക്രൈസൽ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അവർ ഈ പറയുന്ന ഒരു സബ് വൂഫർ, ആ ഒരു സബ് വൂഫറിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾക്സ് വൂഫർ എന്നാണ്, അല്ലെങ്കിൽ ഫോക്സ് വൂഫർ എന്ന് നിങ്ങൾക്ക് പറയാം. ആ രണ്ട് രീതിയിൽ നമുക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോക്സ് വൂഫർ എന്ന് പറഞ്ഞൊരു വൂഫറാണ് ആദ്യമായിട്ട് അവർ ചെയ്തു കൊടുത്തത്. അതൊരു സബ് വൂഫർ തന്നെയായിരുന്നു, ലോ ഫ്രീക്വൻസി സൗണ്ട് എടുക്കുന്ന ഒരു സബ് വൂഫർ തന്നെയായിരുന്നു. ആ ഒരു സബ് വൂഫർ വിപണിയിൽ വന്നതിന് ശേഷമാണ് അത് മറ്റ് കമ്പനിക്കാരെ ഏറ്റെടുത്തിട്ട് പിന്നെ സബ് വൂഫർ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഊഫർ എന്ന് പറഞ്ഞൊരു ആശയം ആദ്യമായിട്ട് പോൾ ക്ലിപ്ഷ്, അറിയാലോ നമ്മുടെ ക്ലിപ്ഷ് ആദ്യമായിട്ട് 1940-43 കാലഘട്ടങ്ങളിൽ അവർ പരീക്ഷിച്ച് തുടങ്ങിയ ഒരു സംഭവം തന്നെയാണ് ഊഫർ. പക്ഷേ അത് സബ് ഊഫർ എന്ന് പറഞ്ഞൊരു രീതിയിലോട്ട് മാറി തുടങ്ങിയത് M&K ആണ് അത് ചെയ്തത് 1973. സോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യയിലോട്ട് എപ്പോഴാണ് ഇതിൻ്റെ വരവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജനിച്ചത് 1994-ലാണ്. അപ്പോൾ 93-ലാണ്. 94, 95, 96 ആ ഒരു കാലഘട്ടങ്ങളിൽ നഴ്സറി, 1-ാം ക്ലാസ്, 2-ാം ക്ലാസ് അങ്ങനെ പഠിച്ചു വരുന്ന കാലത്ത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ ചിൽ സൗണ്ട്, ട്യൂട്ടറിൻ്റെ സൗണ്ട് തന്നെ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു 1999 ആ ഒരു 98-99 കാലഘട്ടങ്ങളിൽ ഗൾഫിൽ നിന്നും മ്യൂസിക് സിസ്റ്റങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ പ്രിയകരമായിട്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്, അവർ ആകർഷിച്ച് തുടങ്ങിയത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഓരോ ഇപ്പോൾ സോണി പോലുള്ള സെറ്റിൽ തന്നെയാണ്. എന്നാലും ബോസ് പോലുള്ള കമ്പനി, അതായത് ഇന്ത്യൻ വംശജനാണല്ലോ ബോസിൻ്റെ ഓണർ. അപ്പോൾ ബോസ് പോലുള്ള കമ്പനിക്കാർ അന്ന് വളരെ വില കൂടിയ മ്യൂസിക് സിസ്റ്റങ്ങൾ ഇറക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം പെട്ടെന്ന് അങ്ങനെയൊന്നും ആർക്കും പോയി വാങ്ങാൻ പറ്റില്ല, അത്രയും വിലയുള്ള സാധനമാണ്. അപ്പോൾ ബോസ് അവരുടെ മ്യൂസിക് സിസ്റ്റത്തിൽ ഫസ്റ്റ് സബ് വൂഫർ കൊണ്ടുവരികയായിരുന്നു ഇന്ത്യയിൽ.
അത് ചില ആൾക്കാരുടെ കയ്യിലെങ്കിലും ഉണ്ടായിരുന്നു കാണാം. സോ അത് കഴിഞ്ഞ് പിന്നീട് കൊണ്ടുവന്നത് സോണിയാണ്. സോണി നമ്മുടെ നാട്ടിൽ സബ്വൂഫർ ഉള്ള ഒരുപാട് മ്യൂസിക് സിസ്റ്റം, പ്രത്യേകിച്ച് ആ 3 ഡിസ്ക് ചേഞ്ചറൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. മ്യൂസിക് സിസ്റ്റം അന്ന് ആ 3 ഡിസ്ക് മ്യൂസിക് സിസ്റ്റം വാങ്ങുവാണെങ്കിൽ ഡെക്ക് എന്ന് വേണമെങ്കിൽ പറയാം, ഡെക്കെന്നും പറയാം. കാര്യം ആ ഡെക്കിൻ്റെ രൂപത്തിൽ അവർ ഇറക്കുന്നുണ്ടായിരുന്നു, അല്ലാതെ തന്നെ 3 CD ചേഞ്ചറായിട്ട് ഒരു പ്ലെയറായിട്ട് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പ്ലെയർ വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ അന്ന് 1 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു വലിയ കുറച്ച് സെൻറ്റ് സ്ഥലവും ഒരു വലിയ വീടും വയ്ക്കാവുന്ന ആ ഒരു പൈസ മുടക്കേണ്ടി വരും. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് സോണി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു സാധനം പെട്ടെന്ന് ഇറക്കി. പിന്നെ സോണി വന്നു, JVC വന്നു, TCL വന്നു, സാംസങ് വന്നു, ഫിലിപ്സ് വന്നു. അതിൽ ഇറക്കിയ ഏറ്റവും മോശം സാധനം ഫിലിപ്സ് തന്നെയായിരുന്നു. പിന്നെ LG കൊള്ളാം, നല്ല സാധനമാണ്. പക്ഷെ അന്ന് LGയിൽ ക്ലാസ് D ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ന് ക്ലാസ് D കൊള്ളൂല എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ കളയുന്ന ഒരു പുച്ഛിച്ച് കളയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ 1994, 95, 96, 97 കാലഘട്ടങ്ങളിലൊക്കെ LG ഇറക്കിയിരുന്ന ഡിസ്ക് ചേഞ്ചറുകളിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് ക്ലാസ് D ആണ്. ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഒരു ദിവസം പൊളിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ക്ലാസ് D വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോണി ഉണ്ടായിരുന്നു ക്ലാസ് Dയിലെ ഒരു കേസിൽ, അവർ മുൻപന്തിയിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ ആണ് ഊഫർ എന്ന് പറഞ്ഞ സബ്വൂഫർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നാട്ടിലോട്ട് അങ്ങ് കൂടുതലായിട്ടുണ്ട്. അതിന് മുമ്പേ ഊഫറുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഊഫർ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സബ്വൂഫർ എന്ന് പറഞ്ഞ രീതിയിലോട്ട് പിന്നീട് മാറിയത് ഈ പറയുന്ന ആ ഒരു 2000 കാലഘട്ടത്തിലാണ് കൂടുതൽ. പിന്നീട് അങ്ങോട്ടുള്ള കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ വാഹനങ്ങളും വണ്ടി ഓട്ടോറിക്ഷയൊക്കെ വരുന്ന സമയത്ത് ബേസ് വരുന്നതായിട്ട് കാണാം. പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നോക്കുവാണെങ്കിൽ വളരെ ചെറിയ കുഞ്ഞു തൊട്ട് വളരെ പ്രായമുള്ള ആൾക്കാർ വരെ ബേസിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം നമ്മളിപ്പോൾ നാട്ടിലിറങ്ങുന്ന ഇപ്പോൾ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും ട്രിപ്പിൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളങ്ങനെ അധികം ഒരിടത്തും കാണാറില്ല. ഇപ്പോൾ ബാസ്റ്റബിൾ ബോർഡായാലും സബ്വൂഫറിൻ്റെ ഫിൽറ്റർ ആയാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന സമയത്ത് അതിനകത്ത് ബേസ് ബൂസ്റ്റ് അല്ലെങ്കിൽ ബാസ് ബൂസ്റ്റ് ഇത്ര ഹെഡ്സ് തൊട്ട് ഇത്ര ഹെഡ്സ് വരെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. കാര്യം അതൊരു ഒന്നാമത്തെ കേസ് ഒരു ബിസിനസ് ട്രിക്കാണ്. ബേസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സാധനം വാങ്ങും എന്നുള്ള ബിസിനസ് ട്രിക്ക്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങും എന്നുള്ള രണ്ടാമത്തെ കേസ്. ഒന്ന് എഴുത്ത്, രണ്ടാമത് വർക്കിംഗ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ സാധനം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങും എന്നുള്ള രീതി. എന്നാൽ ഇന്ന് നമ്മളെ നാട്ടിൽ ഒരുപാട് മത്സരമാണ്. ആംപ്ലിഫയർ അസംബിൾഡ് ആയിട്ടുള്ള ടീമുകൾ ഒരുപാട് മത്സരമാണ് തമ്മിൽ. സത്യം പറഞ്ഞാൽ അതിൽ ഇന്നും വളരെ പെർഫെക്റ്റായിട്ട് ബേസ് ഒരു പെർഫെക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് എനിക്ക് തോന്നുന്നു വളരെ 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 ചുരുക്കം ആൾക്കാരായിരിക്കും അത് പെർഫെക്റ്റായിട്ട്. അത് ഏകദേശം ഒരു ഫുൾ ഓൾ ചെയ്ത് വെച്ചാൽ പോലും അല്ലെങ്കിൽ പകുതിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു പതർച്ച വരാത്ത രീതിയിൽ ഒരു ബോക്സ് നിർമ്മിക്കുക, ഒരു സ്പീക്കർ സെറ്റാക്കുക, അതിലേക്ക് കണക്കാക്കി ആംപ്ലിഫയർ ചെയ്യുക എന്നുള്ള ഒരു തലത്തിലേക്ക് ആൾക്കാർ പലരും ആ ഒരു രീതിയിൽ എത്തിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ആംപ്ലിഫയർ ചെയ്യാൻ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് ഒരു ആംപ്ലിഫയർ വാങ്ങുന്ന സമയത്ത് ബേസ് എന്ന് പറഞ്ഞാൽ ഒരു ലെവലിൽ കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ പതർച്ച തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രാൻഡ് സാധനങ്ങൾ ഇപ്പോൾ ബ്രാൻഡ് സെറ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഓളിയം വെച്ചാലും ഒരു രീതിയിലുള്ള ഒരു തരി പതർച്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ ഊഫറിന് കംപ്ലൈൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ആംപ്ലിഫയറിന് കംപ്ലൈൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തരി പതർച്ച പോലും വരാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ JBLൻ്റെ പാർട്ടി ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ JBLൻ്റെ സോണിയുടെയൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാട്ടിട്ട് ഫുൾ സൗണ്ടിൽ വെച്ച് അറിയാൻ പറ്റും അതിൻ്റെ ബേസ് എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊരു ജസ്റ്റ് ഒരു ആംപ്ലിഫയർ ചെയ്ത് വെച്ച് അതിന് 2 ടവർ സ്പീക്കറൊക്കെ നല്ല ചെയ്ത് വയ്ക്കുന്നതിനേയും കാട്ടി ഒരു പക്ഷേ ഈ ഹാൻഡി ആയിട്ടുള്ള കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന് ബേസ് വരും. അതാണ് ഇന്നത്തെ കാലം. അപ്പോൾ എന്തായാലും ബേസ് തേടിയുള്ള യാത്ര, ബേസ് എത്ര കേട്ടാലും മടുക്കാത്ത യാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു ബേസ് എത്ര കേട്ടാലും തീരാത്ത ഒരു കാലം, ബേസ് എത്ര കേട്ടാലും മതിയാവാത്തൊരു കാലം, ഈ ഒരു കാലം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ആഗ്രഹം മനുഷ്യൻ മരിക്കുന്നത് വരെ ഇനി മാറൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ M&K ഒരു സബ്വൂഫർ ഇറക്കി. അതിനുശേഷം എല്ലാവരും ബേസിനെ സ്നേഹിച്ചു തുടങ്ങി. ആ സ്നേഹം ഒരിക്കലും ഒരു പക്ഷേ നിങ്ങൾ ട്രിബിളിൻ്റെ സൗണ്ട് വെറുത്താൽ പോലും ബേസിൻ്റെ ട്രിബിൾ മറക്കില്ല. അതിനോട് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഇന്നത്തെ ന്യൂ ജെൻ പയ്യന്മാരും പൈസ അപ്പന്മാർ വരെ ബേസ് കൂട്ടിയിട്ടിട്ട് പാട്ട് സൗണ്ട് കുറച്ച് കേൾക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലം ഒരിക്കലും മാഞ്ഞു പോവില്ല. ആ ഒരു കാലം ഇനിയും കൂടി തന്നെ പോകും. അപ്പം ഇതുപോലത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.